മാത്രമല്ല നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ഈ സെയിം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സെയിം അനുഭവം ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ റൂട്ടിന് തീരെയും പ്രഷർ കൊടുക്കാത്തൊരു കാര്യമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും സേഫസ്റ്റ് ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഓക്വേർഡ് സ്റ്റേജ് കഴിഞ്ഞ് അത്യാവശ്യം ഒരു 15-16 സെൻറ്റിമീറ്റർ മുടി ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ഞാൻ പറയും. ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അത് വേറെ ഒന്നുമല്ല. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും LSCയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മുടി വളർത്തിക്കൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ മുടി വളർത്താൻ താല്പര്യമുള്ള ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് വേറെ ഒന്നുമല്ല, നമ്മൾ മുടി വളർത്തി കഴിഞ്ഞാൽ മുടിയുടെ തിക്നെസ് കുറയോ, അതേപോലെ തന്നെ നെറ്റ് കയറാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ ഒട്ടുമിക്ക വീഡിയോസിലും കമൻറ്റായിട്ട് വന്നിട്ടുള്ള അവിടെ ഇവിടെ കമൻറ്റായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഉടനീളം കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞോട്ടെ, ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇന്നേ വരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യുക. കാരണം ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ, സ്കിൻ, ബിയർഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം കണ്ടന്റ്സിനെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി കൂടുതൽ ആകടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. സാധാരണ രീതിയിൽ പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഹെയർ ലോസ് ആണ് മെയിൽ പാറ്റേൺ ഹെയർ ലോസിനെയാണ് നമ്മൾ ആൻഡ്രോജെനറ്റിക് അലോപീഷ്യ എന്ന് പറയുന്നത്. അതായത് നമ്മൾ DHT സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ വരുന്ന ഹെയർ ലോസ് ആണ് ആൻഡ്രോജെനറ്റിക് അലോപീഷ്യ. ഇത് വരുന്നതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ DHT ആണ്, അഥവാ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞുള്ള ഹോർമോൺ കാരണമാണ് ഇത്ര ഹെയർ ലോസ് നമുക്ക് വരുന്നത്. ഇതൊരു പരിധിവരെ പെർമനന്റ് ആയിട്ടുള്ള ഹെയർ ലോസ് ആണെന്നാണ് പറയുന്നത്. ഹോം റെമഡീസ് വെച്ച് നമുക്ക് ഒരു പരിധിവരെ ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഹെയർ ലോസ് ആണെന്നാണ് പറയുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ നമുക്കിത് മനസ്സിലാവുകയാണെങ്കിൽ ഹോം റെമഡീസ് വെച്ച് ഒരു പരിധിവരെ അത് സ്ലോ ഡൗൺ ചെയ്യാന്നല്ലാതെ നമുക്ക് ഒരു പരിധിവരെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് മെഡിക്കേഷൻ വെച്ച് മാത്രം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ലോസ് ആണ്. ഇതാണ് സാധാരണ രീതിയിൽ പുരുഷന്മാർക്ക് വരാറുള്ളത്. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ബാക്കി സംസാരിക്കുന്നതിന് മുന്നേ എല്ലാവർക്കും വരുന്ന ആ ഒരു സംശയത്തിനെ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി പറയാം. അതായത് നമുക്ക് മുടി വളർത്തി കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ വരാനും അതേപോലെ തന്നെ നെറ്റ് കയറാനും ചാൻസസ് ഉണ്ടോ? അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അതിന് ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ആൻഡ്രോജെനറ്റിക് അലോപീഷ്യ സാധാരണ വരാറുള്ള കാര്യം എന്ന് പറഞ്ഞു. കോമൺലി ഇതുപോലെ തന്നെ കണ്ടുവരുന്ന ഒരു ഹെയർ ലോസ് ആണ് ട്രാക്ഷൻ അലോപീഷ്യ. അപ്പോൾ ഇത് വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് മുടി വളർത്തിയിട്ടുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ മുടി വളർത്തുന്ന ആൾക്കാർക്കുള്ള ഒരു പരിധിവരെയുള്ള നിവൃത്തികേടുകൾ കൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്ര ഹെയർ ലോസ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു പരിധിവരെയുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പലതുണ്ട്. അത് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഹെയർ ലോസ് നമുക്ക് തടയാൻ പറ്റുന്നതായിരിക്കും. അതിന് തന്നെ ഇതിന് കുറച്ച് കാരണങ്ങൾ ഞാൻ പറയാം. അതിനുശേഷം അതിൻ്റെ റെമഡീസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടി വളർത്തുമ്പോൾ യൂസ് ചെയ്യുന്ന ഹെയർ ബെൻസ് ആണ്. ഈ ലോക്ക്ഡൗൺ ആയതിനു ശേഷം നമ്മൾ ഒരുപാട് പേര് മുടി വളർത്തുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാരും മുടി വളർത്തുന്ന ലോങ്ങർ ഹെയർ സ്റ്റൈലിലേക്ക് ഒട്ടുമിക്ക ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി ഒതുങ്ങി കിടക്കാത്ത ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഹെയർ ബെൻഡ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്ത ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഊരിയെടുക്കുമ്പോൾ, ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊരിയെടുക്കുമ്പോൾ മുടി പൊട്ടിപ്പോയിരുന്ന ഒരു കാര്യം നമുക്ക് നാച്ചുറലി കാണാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഇതിനുപരി നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ് ട്രാക്ഷൻ അലോപീഷ്യ. അതായത് ഒരു എക്സ്റ്റേണൽ പ്രഷർ മൂലം വരുന്ന ഹെയർ ലോസിനെയാണ് നമ്മൾ ട്രാക്ഷൻ അലോപീഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാക്ഷൻ അലോപീഷ്യനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണാം. ഒരുപാട് പേർക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും, അതൊന്ന് പോയി കാണാം. ഹെയർ ബെൻസ് യൂസ് ചെയ്തിരുന്നല്ല, ഹെയർ ബെൻസിലെ ഈ 6 ആക് ടൈപ്പ് ഹെയർ ബെൻസുകൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഹെയർ ലോസുകൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഏറ്റവും പ്രധാനമായിട്ട് പ്രശ്നം വരുന്നത് ഓക്വേർഡ് സ്റ്റേജിലുള്ള ആൾക്കാർക്കാണ്. കാരണം ഓക്വേർഡ് സ്റ്റേജിലുള്ള ആൾക്കാർക്ക് മുടി ടൈ ചെയ്ത് വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയാകുമ്പോൾ അത് ഒതുക്കിയിടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ആശ്രയിച്ച് തന്നെ പറ്റുള്ളൂ. ഹെയർ ബെൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ട് വരുന്നു പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല. പേഴ്സണലി ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നു, നെറ്റുകയറ്റ അനുഭവപ്പെട്ട കാരണമാണ്. കാരണം ഞാൻ കുറച്ച് കാലമായിട്ട് മുടി വളർത്തുന്നതാണ്. അപ്പോൾ കുറച്ചധികം കാലം ഞാൻ അത് യൂസ് ചെയ്തിരുന്നതാണ്. അത് യൂസ് ചെയ്തപ്പോൾ പേഴ്സണലി എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് 6 ആക് ഹെയർ ബാൻഡുകൾ യൂസ് ചെയ്യരുത്. മാത്രമല്ല നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ഈ സെയിം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സെയിം അനുഭവം ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അത്ര ഹെയർ ബാൻഡുകൾ യൂസ് ചെയ്തിരിക്കുക. അത് തീർച്ചയായിട്ടും 6 ആക് ടൈപ്പ് ഹെയർ ബാൻഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് കയറാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. കാരണം ട്രാക്ഷൻ അലോപീഷ്യ വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഓക്വേർഡ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് മുടി അത്യാവശ്യം
അത്യാവശ്യം വളർന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വരുന്ന ബുദ്ധിമുട്ടാണ്. ഇതുപോലെ തന്നെ ട്രാക്ഷൻ അലോപേഷ്യ വരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോണി ടെയിൽ ഹെയർ സ്റ്റൈൽസിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പോണി ടെയിൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മുടെ ഹോൾ ഹെയർ പിന്നിലേക്ക് എടുത്ത് കെട്ടി വയ്ക്കുന്ന ഹെയർ സ്റ്റൈലിനാണ് നമ്മൾ പോണി ടെയിൽ എന്ന് പറയുക. നമ്മുടെ ബാക്ക് ഓഫ് ദ ഹെഡ് കെട്ടി വയ്ക്കുന്ന ഹെയർ സ്റ്റൈലിനാണ് പോണി ടെയിൽ എന്ന് പറയുക. അത്യാവശ്യം എല്ലാ പുരുഷന്മാർക്കും അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ കിട്ടാൻ, അല്ലെങ്കിൽ ആ ഒരു ഹെയർ സ്റ്റൈലിലേക്ക് വേണ്ടി നമ്മുടെ മുടി വളർത്താൻ വേണ്ടി ഒരുപാട് താല്പര്യം കാണിക്കും. മുടി അത്യാവശ്യം വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ അതായിരിക്കും. അപ്പോൾ ഓക്വേർഡ് സ്റ്റേജ് കഴിഞ്ഞ് അത്യാവശ്യം ഒരു 15-16 സെൻറ്റിമീറ്റർ മുടി ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ഞാൻ പറയും. ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോണി ടെയിൽ ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യുന്നതാണ്. നമുക്ക് പിന്നിലേക്ക് എല്ലാ മുടിയും പിടിച്ച് കെട്ടിയിടാം എന്നുള്ളൊരു ലെങ്ത് എത്തുമ്പോൾ നമ്മളെ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടൽ പോർഷനിലൊക്കെ ഈ പറഞ്ഞ പോലെ ട്രാക്ഷൻ സംഭവിക്കുകയാണ്. ഈ ഫ്രണ്ടിലത്തെ മുടിയിലേക്കൊക്കെ നല്ലോണം പ്രഷർ എത്തുമ്പോൾ ഈ മുടിയൊക്കെ പൊട്ടിപ്പോരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ വലിച്ച് കെട്ടുമ്പോൾ അത്യാവശ്യം പ്രഷർ ഉണ്ടാകുന്ന കാരണം മുടിയൊക്കെ പൊട്ടിപ്പോരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മുടെ കൗതുകമാണ്, വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ തെറ്റ് പറയുന്നതല്ല. ഞാനും ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ മുടി വളർത്തുമ്പോൾ ആദ്യം ചെയ്തിരുന്നതാണ് ഒന്ന് പിന്നിലേക്ക് വലിച്ച് കെട്ടാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുള്ളതാണ്, കുറേ ദിവസം അങ്ങനെ നടന്നിട്ടുള്ളതാണ്. കാരണം ഒരു ലോങ് ഹെയർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളതിന് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പോണി ടെയിൽ ഹെയർ സ്റ്റൈൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റൊക്കെ കയറാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. തീർച്ചയായിട്ടും ഉറപ്പായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ബ്രൈഡഡ് ഹെയർ സ്റ്റൈൽസ് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. ഇതുപോലത്തെ ഹെയർ സ്റ്റൈലുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഈ സെയിം ബുദ്ധിമുട്ട് തന്നെ നമ്മുടെ മുടിക്ക് വരാൻ ചാൻസസ് ഉണ്ട്. സാധാരണ രീതിയിൽ ബ്രൈഡഡ് ഹെയർ സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ ഡിഫറെന്റ് ലുക്കാണ്, അത് വേറെ മൂഡാണ്. അപ്പോൾ അത്ര ഹെയർ സ്റ്റൈൽസ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യം കാണുമായിരിക്കും, ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അത്ര ഹെയർ സ്റ്റൈൽസ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് നല്ലതല്ല. ഇതുപോലെ തന്നെ ട്രാക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്, ബ്ലഡ് സർക്കുലേഷൻ കുറവ് നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റഗറി ആൾക്കാർ ഒഴിഞ്ഞ് ബാക്കി എല്ലാവരും ബാധിക്കുന്ന കാര്യമാണ്. അത് വേറെ ഒന്നല്ല, ആ ഒരു കാറ്റഗറി ആൾക്കാർ എന്ന് പറഞ്ഞാൽ പിൻ പോയിന്റ് സ്ട്രേറ്റ് ഹെയർ ഉള്ള ആൾക്കാരാണ്. മുടി വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചുരുണ്ട് എടുക്കുന്നതായിരിക്കും. പിൻ പോയിന്റ് സ്ട്രേറ്റ് ഹെയർ അല്ലാത്ത എല്ലാവർക്കും വരുന്ന ബുദ്ധിമുട്ടാണ്. ഓക്വേർഡ് സ്റ്റേജിലുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. പേഴ്സണലി എനിക്കും അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെയർ സ്ട്രൈറ്റനിങ് എന്ന് പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സെയിം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ മുടി മൊത്തം നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടി വരുന്നതായിരിക്കും. ഞാൻ പേഴ്സണലി ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി മുടി സ്ട്രൈറ്റൻ ചെയ്തതാണ്. മുടി ഹീറ്റ് ഡാമേജ് വന്ന് മൊത്തം എനിക്ക് വെട്ടേണ്ട അവസ്ഥ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ ഇതുപോലെ നിങ്ങൾ സ്ട്രൈറ്റൻ ചെയ്തിടാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ലോങ് ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിച്ചേരില്ല. അതിന് മുന്നേ തന്നെ നിങ്ങളുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നതായിരിക്കും. കാര്യം വേറെ നല്ല ഹീറ്റ് ഡാമേജ് വന്ന് മൊത്തം മുടി പോകുന്നതായിരിക്കും, സ്പ്ലിറ്റൻസ് ഒക്കെ ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ മുടി എന്തായാലും കൊഴിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്ട്രൈറ്റനിങ് എന്ന് പറഞ്ഞ കാര്യം ചെയ്യണമെങ്കിൽ ഈ കാര്യം ഓർക്കുക, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി എന്തായാലും കൊഴിഞ്ഞു പോകുന്നതായിരിക്കും. ഇതാണ് അടുത്ത കാര്യം. ആ നേരത്തെ പറഞ്ഞ കാര്യത്തിനായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഇനി അടുത്ത് പറയാൻ പോണ കാര്യം. അത് വേറെ ഒന്നല്ല, സ്പ്ലിറ്റൻസ് ആണ്. സ്പ്ലിറ്റൻസിന് സാധാരണ രീതിയിൽ ഏറ്റവും പ്രധാന കാരണമാകുന്നത് നമ്മൾ സ്ട്രൈറ്റൻ ചെയ്യുന്നതാണ്. മുടി സ്ട്രൈറ്റൻ ചെയ്യുമ്പോഴാണ് സ്പ്ലിറ്റൻസ് വരാറുള്ളത്. അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഇത് വരാം. മുടി അത്യാവശ്യം ലെങ്തി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി സ്പ്ലിറ്റൻസ് വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം വേറെ ഒന്നല്ല, നമ്മൾ മുടി വളർത്തി തുടങ്ങിയിട്ട് നമ്മുടെ മുടി സ്റ്റാർട്ടിങ് സ്റ്റേജിലോട്ട് ഈ ഒരു ലെങ്ത് എത്തുന്നത് വരെ അതിൽ ഏറ്റവും മോൾഡസ്റ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡായിരിക്കും, മുടിയുടെ എൻഡായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡാമേജ് ആവാനുള്ള സാധ്യതയും ഈ എൻ ഭാഗത്തിനായിരിക്കും. അപ്പോൾ സ്പ്ലിറ്റൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മുടി പൊട്ടിപ്പോരാനുള്ള ചാൻസസ് ഉണ്ട്. അത് നമ്മുടെ മുടിയുടെ ഉള്ളിനൊക്കെ നന്നായിട്ട് കുറയ്ക്കുന്നതായിരിക്കും, മുള്ളു നന്നായിട്ട് കുറയുന്നതായിരിക്കും. അപ്പോൾ ഇതും എനിക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യമാണ്. ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ കാരണം. ഇപ്പോൾ നമ്മൾ 5 കാരണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ മുടിയുടെ ഉള്ളു പറയാനും നെറ്റ് കയറാനും കാരണമായിട്ടുള്ള 5 കാര്യങ്ങൾ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ പരിഹാരങ്ങളാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ അലോപേഷ്യ സംഭവിക്കാതിരിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു ട്രാക്ഷൻ അലോപേഷ്യ സംഭവിക്കുന്നത് 6 ആക് ടൈപ്പ് ഹെയർ ബെൻഡുകൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ 6 ആക് ഹെയർ ബെൻഡുകൾ മാറ്റി പ്ലെയിൻ ഹെയർ ബെൻഡുകളോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും സ്പെക്സോ എന്തെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുടി ഒതുക്കി നിർത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി പൊട്ടിപ്പോരുന്നത് ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഏറ്റവും പ്രധാന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മുടി നമ്മൾ വലിക്കുമ്പോൾ പൊട്ടിപ്പോരുന്നതാണ്. പ്രത്യേകിച്ച് പിൻ പോയിന്റ് സ്ട്രൈറ്റ് അല്ലാത്ത ഹെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് പൊട്ടിപ്പോരുന്നതായിരിക്കും. നമ്മൾ ഇത് തലയിൽ വെച്ച് പൊട്ടിപ്പോരുന്നതായിരിക്കും. സ്വെറ്റ് ഹെയറിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിച്ചു വരുമ്പോൾ ഉറപ്പായിട്ടും അത്യാവശ്യം കുറച്ച് മുടികളൊക്കെ പൊട്ടിപ്പോരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ അങ്ങനത്തെ 6 ആക് ഇല്ലാത്ത 6 ആക് ടൈപ്പ് അല്ലാത്ത പ്ലെയിൻ ഹെയർ ബെൻഡുകൾ യൂസ് ചെയ്യുക. അതും നിങ്ങൾ ഒരുപാട് പ്രഷറിൽ വെക്കാൻ പാടില്ല. നിങ്ങൾ കുറച്ച് ലൂസായിട്ട് വെക്കുക, ലൂസായിട്ട് വെച്ച് ശീലിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും. രണ്ടാമത് നമ്മൾ സംസാരിച്ചത് പോണി ടെയിൽ ഹെയർ സ്റ്റൈൽസിനെ കുറിച്ചാണ്. അപ്പോൾ പോണി ടെയിൽ ഹെയർ സ്റ്റൈൽസ് നിങ്ങളോട് ഞാൻ പറയുന്നില്ല നിങ്ങൾ പോണി ടെയിലായിട്ട് കെട്ടിവെക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭൂരിഭാഗം സമയം നിങ്ങൾ നിങ്ങളുടെ മുടി ടോപ്പ് ബൺ, സെൻറ്റർ ടോപ്പ് ബൺ എന്നാണ് ഞാൻ പറയുക. നിങ്ങൾ ഈ സെൻറ്റർ പോർഷനിൽ ടോപ്പ് ബണ്ണായിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. മുടിയുടെ റൂട്ടിന് തീരെയും പ്രഷർ കൊടുക്കാത്തൊരു കാര്യമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും സേഫസ്റ്റ് ഹെയർ സ്റ്റൈലാണ്. മുടി പൊട്ടിപ്പോരാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം കുറയുന്നതായിരിക്കും. അപ്പോൾ
പോണിറ്റെയിൽ ഹെയർ സ്റ്റൈൽസ് നിങ്ങൾ ഇടയ്ക്ക് മാത്രം ട്രൈ ചെയ്യുക. എപ്പോഴും പോണിറ്റെയിൽ ഹെയർ സ്റ്റൈൽസ് നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ബ്രൈഡൽ ഹെയർ സ്റ്റൈൽസ് നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക. പോണിറ്റെയിൽ ഹെയർ സ്റ്റൈൽസിൻ്റെ പോലെ തന്നെ ബ്രൈഡൽ ഹെയർ സ്റ്റൈൽസ് നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക. അത് ഇടയ്ക്ക് മാത്രം ട്രൈ ചെയ്യുക, എപ്പോഴും ട്രൈ ചെയ്യാതിരിക്കുക. അത് ട്രാക്ഷണൽ ഉപേക്ഷയ്ക്ക് ഒരുപാട് കാരണമായിരിക്കുന്നതായിരിക്കും. ഇതാണ് രണ്ടാമത്തെ സൊല്യൂഷൻ. നാലാമത് നമ്മൾ സംസാരിച്ച കാര്യം ഹെയർ സ്ട്രൈറ്റനിങ്ങിനെ കുറിച്ചാണ്. ഒരു പരിധിവരെ ആൾക്കാരൊക്കെ ഈ പിൻ പോയിന്റ് സ്ട്രൈറ്റ് അല്ലാത്ത മുടിയുള്ള ആൾക്കാരൊക്കെ ട്രൈ ചെയ്യുന്ന കാര്യമായിരിക്കും ഹെയർ സ്ട്രൈറ്റനിങ്. കാരണം ഓക്വേർഡ് സ്റ്റേജിൽ മുടിയൊക്കെ ഒതുങ്ങി കിടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നേരെ സംസാരിച്ച പോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഹെയർ സ്ട്രൈറ്റനിങ്ങിൽ നിൽക്കാതിരിക്കുക. അങ്ങനത്തെ ഒരു ലുക്കിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങൾ കേളി ഹെയർ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഓക്വേർഡ് സ്റ്റേജിൽ പൊതുവേ ഞാൻ പേഴ്സണലി ചെയ്തിരുന്നതാണ്. ഓക്വേർഡ് സ്റ്റേജിൽ പൊതുവെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് അടിക്കുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ആരും വീട്ടിലിരിക്കുമ്പോൾ ആരും ഒന്ന് കാണാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങളുടെ മുഖത്തിന് അത്യാവശ്യം വൃത്തികേടാണ്, ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത്, അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്ട്രൈറ്റ് ചെയ്തതിൻ്റെ മതിയാവും എന്നുള്ളൊരു തോട്ടൊക്കെ വരുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു തോട്ടിൻ്റെ പുറത്ത് പോയിട്ട് നിങ്ങൾ സ്ട്രൈറ്റ് ചെയ്യുകയാണെങ്കിൽ മുടി ആകെ ഉണ്ടാവുന്നതായിരിക്കും. ഉള്ള മുടി ഉള്ള പോലെ നമ്മൾ കീപ്പ് ചെയ്യുക. അത് ചെറിയ രീതിയിൽ സ്മൂത്തൻ ചെയ്യാനൊക്കെ ഉള്ള ഹോം റെമഡീസ് ഉണ്ട്. അത് നമുക്ക് ബാക്കി വീഡിയോസിലൊക്കെ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ സ്ട്രൈറ്റനിങ് എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഒട്ടും പോകാതിരിക്കുക. അതുപോലെ തന്നെ അഞ്ചാമത് പറഞ്ഞ കാര്യമാണ് സ്പ്ലിറ്റ് എൻഡ്സിനെ കുറിച്ച്. സ്പ്ലിറ്റ് എൻഡ്സിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യുന്നതാണ്. പക്ഷെ അതല്ലാതെ വരുന്നുണ്ട്. നമ്മൾ മുടിയൊക്കെ ഒരു ലെങ്ത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അത്യാവശ്യം ലെങ്ത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു കാര്യം തടയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 3 months ഒക്കെ കൂടുമ്പോൾ എൻഡ്സ് ഒന്ന് കട്ട് ചെയ്യുക. അതിൻ്റെ ആദ്യത്തെ സൈൻ എന്ന് പറഞ്ഞാൽ എൻഡ്സ് ഒക്കെ ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം നമ്മുടെ മുടിയെ ബാധിക്കുന്നതായിരിക്കും. അത് സ്പ്ലിറ്റ് എൻഡ്സ് വന്ന് നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 2-3 months കൂടുമ്പോൾ ഒന്ന് മുടിയുടെ എൻഡ് ഭാഗം ഒന്ന് ട്രിം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ട്രിം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഒന്നും വരാതെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓയിൽ ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ മാത്രമല്ല മുടിയുടെ എൻഡ് ഭാഗത്തും മുടിയുടെ എല്ലാ ഭാഗത്തും അതുപോലെ തന്നെ പ്രധാനമായിട്ട് എൻഡ് ഭാഗത്തും നിങ്ങൾ ഓയിൽ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഒരു പരിധി വരെ വരാതിരിക്കാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പ്രധാനമായിട്ട് കാര്യമാണ്. നമ്മൾ ഒരു 2-3 months കൂടുമ്പോൾ എൻഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എനിക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ബൺ ഹെയർ സ്റ്റൈൽസ് ഈവൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ പോലും, ഇപ്പോൾ നമ്മൾ ടോപ്പ് ബണ്ണ് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മുടി ബൺ ചെയ്യാതെ ഫ്രീ ആയിട്ട് ഇടുന്നത് നിർബന്ധമാണ്. കാരണം നമ്മൾ എപ്പോഴും ബൺ ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യുന്നത് മുടിക്ക് നല്ലതല്ല. എപ്പോഴും മുടി കെട്ടി വെക്കുക എന്നുള്ള ഒരു തരത്തിലേക്ക് പോകരുത്. നിങ്ങൾ എപ്പോഴെങ്കിലും മുടി ഒന്ന് അഴിച്ചിടേണ്ടതാണ്, അഴിച്ചിട്ട് ശീലിക്കേണ്ടതാണ്. അത് മുടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. കാരണം എപ്പോഴും ബൺ ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ മുടി വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു പരിധി വരെ മാറ്റി നിർത്താൻ സാധിക്കാത്തൊരു കാര്യമാണ് ഇതൊക്കെ. അതായത് നമുക്ക് മുടി വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ബൺ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ട്രൈ ചെയ്യേണ്ടി വരുന്നതാണ്. ഒതുക്കി നിർത്ത ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഒന്ന് ചെറിയ രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നതാണ്. മുടി ലെങ്ത് ആയിട്ട് വളർത്തുക എന്നുള്ളത് ഒട്ടുമിക്ക പുരുഷന്മാർക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതിനെ തടസ്സമാകുന്ന കുറച്ച് കാര്യങ്ങളാണിത്. ഇതല്ലാതെയും കുറച്ച് കാര്യങ്ങളാണ് നാട്ടുകാർ. എന്നിരുന്നാലും നമ്മളെ പേഴ്സണലി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, ഓവറായിട്ട് ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. നെറ്റ് കയറും, ഉള്ളു കുറയും എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കൂടുതൽ പേർക്ക് എത്തുന്നതായിരിക്കും. അത് കൂടുതൽ പേർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം. നിങ്ങളെല്ലാവരും വീട്ടിൽ സേഫായി ഇരിക്കുക. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പുറത്തൊന്നും പോകാതിരിക്കുക. വീട്ടിൽ തന്നെ ഇരിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ബൈ ഫ്രം ദ ലോങ് ഹെയർ ഗായ് 360 degrees.